ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൈവീശി യാത്ര പറഞ്ഞിട്ടാണല്ലോ അവൻ പോയത്. എന്റെ മോൻ എനിക്ക് വേണ്ടുവോളം മുത്തവും തന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയിലേക്കാണോ അവൻ പോയത്? ജഗനലീന് പണവും സ്വാധീനവും ഉണ്ട്. താൻ മുന്നിട്ടിറങ്ങിയ എന്തും നടക്കുമെന്നുള്ള തണ്ടും തലക്കനവും വന്ദനേച്ചിക്കും ഉണ്ട്. വർഷയെ കയ്യോടെ കണ്ടെത്തുമെന്ന് വീമ്പിളക്കിട്ടല്ലേ പോയത്. എന്നിട്ടെന്താ ഇതുവരെ വാലും തുമ്പും കിട്ടാത്തത്? പോകേണ്ടവളങ്ങ് പോയി, അത്ര തന്നെ. അല്ല, നിനക്ക് വർഷയോട് പകയും പുച്ഛമൊക്കെ ആയിരുന്നല്ലോ. ആയിരുന്നു. എനിക്ക് സംഭവിച്ചതുപോലെ അവളുടെ കുഞ്ഞു ഇല്ലാതായതില് ഉള്ളിലൊരു സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ വർഷയെ കാണാതായത് മുതല് എനിക്ക് അവളെ കാണാനും സംസാരിക്കാനും ഒക്കെ കൊതി തോന്നുവാ. അവളെ തിരിച്ചു വരണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാ ഞാൻ. സ്വന്തം കൂടപ്പറപ്പുകൾക്ക് ആ ചിന്തയില്ലെന്നുള്ള കാര്യത്തിൽ പുച്ഛം തോന്നുവാ. അടുത്ത ടെൻഷൻ പാർട്ടി വരുന്നുണ്ട്. പ്രകാശേ, വിനു ഇതുവരെ വന്നിട്ടില്ല. അവൻ എന്തു പറ്റിയെന്ന് ഒരു വിവരവും ഇല്ല. നീ പോയി അന്വേഷിച്ച് അവനെ കൂട്ടിക്കൊണ്ട് വരണം. അന്വേഷിക്കാനും കൂട്ടിക്കൊണ്ടുവരാനും അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. നത്തയ്ക്ക പോയാലും പോയാലും മേലെ കണ്ടം വരെ. തെരുവിൽ അഴുക്ക് ചാലി കിടന്നവരുടെ കൂടെ കിടന്നവനല്ലേ. കൂടി വന്നാൽ അവിടം വരെ പോവും. അതുപോലെ തിരിച്ചും വരും. അതിനെ അന്വേഷണ കമ്മീഷന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുന്നൊന്നും മനസ്സിലാക്ക്. അമ്മ കിടക്കി വിട്ട് എഴുന്നേൽക്കണമെങ്കിൽ മരുന്നും മന്ത്രവും മാത്രം പോരാ, വിനുമോനും ഉണ്ടാവണം. അവൻ അമ്മയുടെ രണ്ടാമത്തെ ഊന്നുവടിയാ. അവൻ ഇവിടെ വേണം. ഒന്ന് സഹകരിക്കുമോനെ. വിനു ദൂരെ എങ്ങും പോയിട്ടില്ല. പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും തെരുവിൽ തന്നെ ഉണ്ടാവും. പ്രകാശേട്ടൻ വിളിച്ച വിനു അനുസരിക്കുകയും ചെയ്യും. ഒന്ന് പോയിട്ട് വാ. വേണ്ട, സാരോപദേശമൊന്നും വേണ്ട. പിന്നെ ഇനിയും പണം കൊണ്ടുവരാൻ പോയിരിക്കുക. അവനെ വിളിച്ചുകൊണ്ടെന്ന് ശരിയാവില്ല. ഞാനായിട്ട് ആ വരുമാനം ഞാൻ മുടക്കില്ല. നാണമില്ലേടാ നിനക്ക്? പെറ്റു വളർത്തിയ 2 ആൺമക്കൾ ഉള്ളപ്പോഴാ വളർത്തുമകനായ അവൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. മക്കൾക്കുണ്ടാകാത്ത മനുഷ്യത്വം അവനുണ്ടായിപ്പോയി. അത് തെറ്റാണോ? അവൻ തെണ്ടിയാണെന്നല്ലേ നീ പറഞ്ഞത്? ആ തെണ്ടിയുടെ പണമാണോ കുടുംബ വരുമാനമായി നീ കണക്കാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ തെണ്ടിയേക്കാൾ വൃത്തികെട്ടവനാടാ നീ. മാധവേട്ട, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേറെ വഴി നോക്കാം. വിനു എവിടെയോ പോയിരിക്കുക. അവൻ ഇനിയും തിരിച്ചു വന്നിട്ടില്ല. വിനുവിനെ അന്വേഷിച്ചു പോകാൻ മാധവൻ പ്രകാശനോട് പറഞ്ഞിട്ട് അവനത് അനുസരിക്കുന്നില്ലല്ലോ. വിനു പോകുന്നതിന് മുമ്പ് അവൻ എന്നെ കാണാൻ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പോകരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ കുഞ്ഞത് കേട്ടേനെ. അതിന് നാവ് പൊങ്ങണ്ടേ?
യാത്ര പറഞ്ഞിട്ടാണല്ലോ അവൻ പോയത്. എന്റെ മോൻ എനിക്ക് വേണ്ടുവോളം മുത്തവും തന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയിലേക്കാണോ അവൻ പോയത്? അവനെ കാണാതെ വല്ലാതെ ആദി പിടിച്ച് നിൽക്കുകയല്ലേ മാധവനും ചന്ദ്രികയും. അവൻ എന്നോട് യാത്ര ചോദിച്ച കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ. അവരെ അത് അറിയിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എൻ്റെ ഈശ്വരൻ. ഞാനും നാക്കെടുക്കാ പ്രാണിയായി പോയില്ലേ. അവനെ പോഴാന്ന് വിളിച്ചതിന്റെ ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തന്നത്. എന്റെ ദേവി, എന്റെ ദേവി. ഞങ്ങൾ അന്വേഷിക്കുന്നത് വിനുവിനെയല്ല, അവൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണത്തെയാണെന്നല്ലേ നീ പറഞ്ഞത്? അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തിനായിരുന്നാലും ഞങ്ങൾക്ക് വിനുവിനെ വേണം. മനോജെ, വിനുവിനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ലേ? ഞങ്ങളെ ഒന്ന് സഹായിച്ചുകൂടെ നിനക്ക്? ഏട്ടൻ കൈ ഒഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്? എന്നെ കൊണ്ടാവില്ല. അഥവാ ഞാനും വിനുവേട്ടനും കണ്ടുവന്നിരിക്കട്ടെ, എന്നെ കാണുമ്പോ വിനുവേട്ടൻ ഓടും. ഞാൻ കൂടെ എത്തിച്ച് പിടിച്ചു നിർത്തും. അപ്പൊ കുറെ ആളുകളൊക്കെ കൂടും. വിനുവേട്ടൻ സ്വന്തം ചേട്ടനാന്ന് തന്നെ ഞാൻ പറയും. അല്ല, എന്നെ കയ്യേറ്റം ചെയ്ത് പണം തട്ടാൻ വന്ന കള്ളനാണെന്ന് ഊമയുടെ ഭാഷയിൽ വിനുവേട്ടൻ വെച്ച് കാച്ചു. ഞാൻ പറയുന്നൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആൾക്കാർക്ക് വിശ്വാസവും സഹതാപവും വിനുവേട്ടനോടായിരിക്കും. അവരെന്നെ പൊതിരെ പെരുമാറുകയും ചെയ്യും. ആ പൊല്ലാപ്പിന് ഞാൻ പോണോ? സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാ പ്രകാശേട്ടൻ പിന്മാറിയത്. നിന്റെ കെട്ടിയോന് സ്വന്തം ദേഹരക്ഷ നോക്കാൻ അറിയാലോ. സന്തോഷം. അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശീലം പണ്ടേ നിനക്കില്ലല്ലോ. ഭർത്താവിനെ തല്ലു ഒളിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല ചേച്ചി. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഭരതേ, മാനത്തെ കൊട്ടാരം